ഹായ്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് കൗച്ച് സർഫിംഗ് പരിപാടിയായിട്ട് വന്നിട്ടുള്ളത് ഞാൻ പ്രാവശ്യം ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് ഞാൻ കൗച്ച് സർഫിംഗ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരുന്നു. അതായത് ഇവിടുത്തെ മെയിൻ ഏരിയ ആയ ഇന്റർലേക്കാണ്. ആ ഇന്റർലേക്കൻ വില്ലേജിൽ ഞാനൊരു കൗച്ച് സർഫിംഗ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് 2 months എടുത്ത് ഞാൻ കുറേ ആൾക്കാർക്ക് റിക്വസ്റ്റ് ചെയ്തു. കുറേ ആൾക്കാർ ഡേറ്റ് ക്ലാഷ് ആയിട്ട് നടന്നില്ല. ലാസ്റ്റ് ഒരു ലേഡി എന്നെ അക്സെപ്റ്റ് ചെയ്തു. പുള്ളിക്കാരി താമസിക്കുന്നത് ഇന്റർലേക്കിൽ ഒരു 5 minutes 10 minutes എങ്ങാനും അപ്പുറത്താണ്. ലൈക്ക് വിൽസ്വേർ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് പുള്ളിക്കാരി സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ എത്തി സൂറിച്ച് എയർപോർട്ടിൽ. ഞാൻ ആക്ച്വലി ബേണിലുള്ളത്. ഇവിടെ ഞാൻ പോകുന്ന വഴിയിൽ ട്രെയിൻ ആക്സിഡൻ്റ് ആയി. അപ്പോൾ റൂട്ട്സ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇന്റർലേക്കിനായിരുന്നു പോകാൻ വിചാരിച്ചിരുന്നത്. എൻ്റെ കൗച്ച് സർഫിംഗ് അവിടെ ഉള്ളത് ഇന്റർലേക്കിനാണുള്ളത്. പക്ഷേ ആക്ച്വലി ട്രെയിനൊക്കെ ബ്ലോക്ക്ഡ് ആയിട്ടുണ്ട്. റൂട്ടൊന്നുമില്ല. എനിക്കറിയില്ല എങ്ങനെ ഇന്റർലേക്കിന് എത്തണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ചോദിക്കുമ്പോൾ ഒരു വേറെ വഴി പലരും പല രീതിയിലാണ് പറയുന്നത്. പ്രോപ്പർ വേ കണ്ടുപിടിക്കണം. നോക്കി നോക്കട്ടെ. ഞാൻ അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു തന്നു ലൈക്ക് 2-3 ട്രെയിൻ ചേഞ്ച് ചെയ്തിട്ട് ഇന്റർലേക്കിന് എത്താമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു 5 minutes ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് ചെല്ലട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സ്റ്റക്കായി പോയി. മറ്റേ അവിടെന്തൊരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ അതിൽ സ്റ്റക്കായി പോയി. അങ്ങനെ ഞാൻ വേറെ വഴി പിടിച്ചിട്ടാണ് ഞാൻ ഇന്റർലേക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പോണ വഴിയിൽ ഞാൻ ആക്ച്വലി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ലൈക്ക് ട്രെയിൻ മാറി കയറാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സ്റ്റേഷനിൽ ഇറങ്ങിയാണ്. സ്പീസ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ്. ആ സ്റ്റേഷനിലുള്ള വ്യൂ ആണ് കാണിച്ചത് കേട്ടോ. ആ സ്റ്റേഷൻ്റെ പുറത്തുള്ള വ്യൂ ആണേത്. എന്ത് ഭംഗിയാണ് കാണാൻ. നോക്കിയൊക്കെ വില്ലേജസ്, മൗണ്ടൈൻസ്, ആൽപ്സ് പർവ്വതനിരകൾ. അയ്യോ ഭയങ്കര ഗ്രീനിഷ്. അവിടെ ഏതാ മൗണ്ടൈന് മേലെ സ്നോ കാര്യങ്ങൾ. അയ്യോ കിട്ടില്ല വ്യൂ ആയിപ്പോയി. കയ്യിൻ്റെ കളർ നോക്കിയാ ബാക്കിൽ. അയ്യോ ഭയങ്കര ബ്ലൂയിഷ്. അയ്യോ അങ്ങനെ ഞാൻ എൻ്റെ കൗച്ച് സർഫിങ് പുള്ളിക്കാരി സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. വിൽസർവിൽ എന്നാണ് ലൊക്കേഷൻ്റെ പേര്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇതിന് മുന്നേ പ്രാവശ്യം വന്നിരുന്നു ഇന്റർലേക്കിന്, പിന്നെ ഗ്രിൻഡൽവാൾഡ്, ലോത്തർബൺ, അങ്ങനത്തെ കുറച്ച് പ്ലേസസ് കറങ്ങിയിരുന്നു. അന്ന് ഞാൻ വന്ന ടൈമിൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ കൗച്ച് സർഫിങ് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണം. ഞാൻ ഓൾമോസ്റ്റ് 2 months എടുത്ത് അവരായിട്ട് കോൺടാക്ട് ചെയ്ത്, അതായത് നമ്മളെ ഡേറ്റും നമുക്ക് ഓഫ് കിട്ടുന്ന ഡേറ്റ്സും അവരുടെ ഡേറ്റ്സും കൂടി കറക്റ്റ് ആയാലേ ഈ പരിപാടി നടക്കുകയുള്ളൂ. അപ്പം ഞാൻ അവരിരുന്ന് കോണ്ടാക്ട് ചെയ്ത് സോ ലക്കി എനിക്ക് ആ കറക്റ്റ് പ്രോപ്പർ ഡേറ്റ് കിട്ടി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പുള്ളിക്കാരി ജസ്റ്റ് ഇതൊരു വില്ലേജാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ പുള്ളിക്കാരി നിൽക്കുന്ന ഒരു ഏരിയ. ഓൾമോസ്റ്റ് അയ്യോ ഇവിടുത്തെ വ്യൂ നോക്കിയാൽ ഫുൾ മൗണ്ടെയിൻസ്. അയ്യോ കിട്ടില്ല ഏരിയയിലാണ് ആൾ സ്റ്റേ ചെയ്യുന്നത്. ഭയങ്കരമായിട്ടൊരു താങ്ക്സ് പറയണം. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എനിക്ക് സ്റ്റേ, അതും ഫ്രീ ആയിട്ട് കൗച്ച് സർഫിങ്. അയ്യോ ഐ ആം സോ ഹാപ്പി. ആക്ച്വലി ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അവൾ എനിക്ക് സ്റ്റേ തന്നതിന് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഒരു ഷോപ്പ് ഉണ്ടെന്ന് പോയി നോക്കട്ടെ. ആക്ച്വലി ഞാനൊരു ചെറിയൊരു ഫ്ലവർ ഗിഫ്റ്റ് മേടിച്ചു. ആക്ച്വലി പുള്ളി ഈ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ, ആകെ 2 minute നടക്കാനുള്ളൂ. ഇവിടെ തന്നെ താമസിക്കുന്നത്. കറക്റ്റ് ടൈമിലൊരു മഴയും പെയ്തു കേട്ടോ. നൈസൊരു മഴയും പെയ്ത്. 19 കണ്ടു കാണാം. 19 വുഡനാണല്ലോ വീട്. 19 Julie? This one? Wow, the flowers. Hello. Hi, Julie. Hello. Hi. Hello.
This for you. Thank you. That's nice. It took so long. Oh my god. It takes too long. Everyone's was rushed. Like the some accident or something. Wow. Horrible. So this is my Swiss apartment. so thank you because the place I really love it. Yeah. Mountains, yeah. Because when I came last year, I was like I wish like to stay like this place. Yes, because yes, yes. At that time I stay in Zurich because it was my first time. Actually, I don't know because about this place. I take the rooms there along 3 days. And you went to the Jungfraujoch, right? Yeah, but when every day early morning, like at 4 o'clock, I'm wake up and coming through the train here and spending evening till here. No. I'm going back. But that time I wish to stay like this Yeah. place. Do you want some tea? Yeah, sure. ഞാൻ അങ്ങനെ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് വില്ലേജ്. അയ്യോ ഭയങ്കര കാം. ലൊക്കേറ്റ് ചെയ്യുന്ന ഫുൾ മൗണ്ടെയ്ൻസ്, സറൗണ്ടിങ് ഫുൾ മൗണ്ടെയ്ൻസ്. അയ്യോ മൗണ്ടെയ്ൻസ് കാണിച്ചാൽ എൻ്റെ ബാക്കിൽ കണ്ടോ ഫുൾ മൗണ്ടെയ്ൻസാണ്. ആക്ച്വലി ഞാൻ ലാസ്റ്റ് വന്ന ടൈമിൽ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നു. പക്ഷേ ഈ വില്ലേജിൽ വന്നിട്ടില്ല. ഇതിനപ്പുറത്തുള്ള ലോത്തപ്പൂണന്, ഗിന്തൽബാൾട്ട് അങ്ങോട്ടൊക്കെ ഞാൻ യാത്ര ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് സ്റ്റേ ഒപ്പിക്കണം കാര്യങ്ങളൊക്കെ. ഞാനിതിനു വേണ്ടി 2 മാസമായിട്ട് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ലൈക്ക് ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ കൗച്ച് സർഫിങ്ങിൽ. ഞാൻ എൻ്റെ ഇൻറ്റൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ പ്ലാന്, ഡോക്യുമെൻറ്റിങ് പരിപാടി. പിന്നെ അതായത് കുറേ ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കൺട്രീസിൽ ട്രാവലിങ് പരിപാടിയായിട്ട് അങ്ങനെ പോകും. അപ്പോൾ നമ്മളെ സമയം അവരുടെ സമയം ഒന്നിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരനോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. പുള്ളിക്കാരി ആക്ച്വലി ട്രിപ്പിലായിരുന്നു ജർമ്മനിയിൽ. ഞാൻ പുള്ളിക്കാരി പിന്നെ എത്തിക്കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു. ആൾ എത്തിയ ടൈമിൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തു. ഞാൻ അത്ര ഇങ്ങനെ മാസം ഇവിടെ ഉണ്ടാകും, നമുക്ക് ഇനി എനിക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ അവൈലബിളായി ഡേറ്റ് കൊടുത്തു. പുള്ളിക്കാരി എനിക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് തന്നു. സ്വിറ്റ്സർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ടാപ്പ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ കേട്ടോ. അത് നമുക്ക് കറക്റ്റ് ഇത് മൗണ്ടെയിനിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ജസ്റ്റ് ഇവിടെ ടാപ്പ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് വെള്ളം നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ പറ്റും. അത്രയും ക്ലിയർ വാട്ടറാണ്. നോക്കിയാൽ പക്ക ക്ലിയർ വാട്ടറാണിത്. സ്വിറ്റ്സർലാൻഡിൽ പിന്നെ ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസാണ്. എനിക്ക് നല്ല എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് തന്നെയാണ്. എക്സ്പെൻസ് ഭയങ്കര ഹൈ ആണ്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം. ഇപ്പോൾ റൂംസൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് വരുന്നത്. പിന്നെ ഫുഡ് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞാൻ പൊതുവേ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഒരു നേരമൊക്കെ നല്ലപോലെ കഴിക്കുക, ബാക്കി ടൈമിൽ ജസ്റ്റ് ഫ്രൂട്ട്സ് പരിപാടികൾ കാര്യങ്ങൾ കഴിക്കൽ. പിന്നെ ട്രാവലിങ്, അതായത് ഇവിടെ സ്വിസ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. പക്ഷേ ഞാൻ നോക്കിയിരുന്നു, അത് ആക്ച്വലി 3 ഡേ പാസ്സാണ് വരുന്നത്. ഇനി 250 pounds എങ്ങാനും വരുന്നുണ്ട്. 250 pounds അടുത്ത് വരുന്നുണ്ട് 3 ഡേ മാത്രം. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് ടിക്കറ്റ് എല്ലാം ഫ്രീ ആണ്. ആണ് അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. കാരണം ഞാൻ അധികം ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കുറേ കറങ്ങിയോണ്ട് ഞാൻ ഇപ്രാവശ്യം കംപ്ലീറ്റ് കൗച്ച് സർഫിങ് ആ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ടാണ്. പിന്നെ ഇവിടെ ജസ്റ്റ് ലോക്കൽ വാക്കിങ് പരിപാടി, അപ്പം അങ്ങനത്തെ ഒരു മൂഡാണ് ഞാൻ പിടിക്കാമെന്ന് വെച്ചത്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ട്രാവൽ പാസ് എടുത്ത് മൊത്തം കറങ്ങണം എന്നുള്ളൊരു മൈൻഡ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. എന്നാലും എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മുന്നേ അഡ്വാൻസ് ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് കുറക്കാൻ പറ്റി. ഈ വീടിലൊക്കെ എത്തുന്ന സ്ഥലം നോക്കിയാൽ ബാക്കിൽ ഫുൾ ഗ്രീനിഷ് മൗണ്ടെയ്ൻസ്. അതൊറ്റ വീട്. ഇതൊരു ഇങ്ങനെ നടക്കാനുള്ളൊരു വഴി കാണുന്നുണ്ട്. ഇങ്ങനെ പോയോക്കട്ടെ, എവിടെക്കാണെന്നൊന്നും അറിയില്ല. വീട്ടിലോട്ടാണെങ്കിൽ കയറാൻ കഴിയില്ല. അതവിടെ ആടിനെ കൂട്ടുകാക്കാൻ പോകുന്നുണ്ട്. അവരവിടെ ആടിനെ കൂട്ടുകയറ്റുന്നു. ചുമ്മാ ചോദിച്ചു നടക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് നടക്കാമെന്നാണ് പറഞ്ഞത്. അയ്യോ നല്ല രസം കിട്ടത് കാണാൻ. ശരിക്കും അയ്യോ ശരിക്കും വ്യൂ ഒക്കെ നോക്കിയേ എന്തൊരു രസം അറിയോ. അടിപൊളി വ്യൂ കാര്യങ്ങൾ. ആക്ച്വലി ഞാൻ
ഞാൻ മുന്നൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ സ്ഥലങ്ങളൊക്കെ നോക്കി അതെങ്ങനെയാണ് മോസ്റ്റ്ലി ആ സ്ഥലങ്ങൾക്ക് പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു സാധനം ലൈക്ക് നമുക്കറിയാത്ത സ്ഥലങ്ങൾ അറിയാത്ത ആളുകൾക്ക് പോയി നിൽക്കാൻ ഈ ഒരു സാധനം ഞാൻ കൗച്ച് സർഫിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടുന്ന, അപ്പം ഞാനത് നാലാമത്തെ തെറ്റിന് എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റും, അത്രയും വാല്യൂ ഉള്ളൂ. ലൈക്ക് കാരണം ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, ടൂറിസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ എനിക്കറിയാം ആ സ്ഥലം എങ്ങനെയാണെന്ന്. കാരണം സോഷ്യൽ മീഡിയ വഴി ഞാൻ റെഫർ ചെയ്യാറുണ്ട് എങ്ങനെയാണ് പോകണത്, എന്താ പരിപാടി എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞാനിതൊരു അറിയാത്തൊരു ഏരിയ, ഇങ്ങനെ ഒരു സ്ഥലത്തായിരിക്കും എന്ന് എനിക്കറിയാം, ഇന്നൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കാൻ പോകുന്നത് അറിയാം. പക്ഷേ ആളെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല, ആൾ എവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റില്ല, അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പോയി നിന്നിട്ട് എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഇവരെന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര അടിപൊളിയാണ്. ഇന്ന് ആ ട്രെയിൻ ആക്സിഡൻ്റ് ആയതിനു ശേഷം പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും, എന്തായി, എവിടെ എത്തി, എൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി എന്നെ ചോദിച്ചറിയുന്നുണ്ട്. എങ്ങനെയാണ്, എന്തായി, മൊത്തത്തിൽ ലൈക്ക് പ്രോപ്പറായിട്ട് തന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അത്രക്കും, കാരണം അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര അടിപൊളിയാണ്. ഇതാ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഓ മൈ ഗോഡ്, അത് വരുന്നത്. ബാക്ക് കൽപ്പില തോന്നുന്നു രണ്ടാൾ. എന്തേലും ഒന്നുമില്ല കഴിക്കാൻ, എന്തേലും ഒന്നുമില്ല കഴിക്കാൻ. വാ വാ പോവാ, നമുക്ക് പോവാ. ഹായ്, ഹലോ ഹലോ. Like couch serving. Let's go. Couch serving. Hiya. How are you? You filming? Yeah. Yo! Wow. My name is Nasi. Messi! Nasi. Messi. Messi. I'm from Nasi. Nasi, yeah. Like, cool. I heard Messi. Yeah, same like that. The pronunciation. You're from? Here? Spain. Spain. Which part? Alicante. Alicante. Near Valencia. Valencia. Okay, okay. Both. Argentina. Argentina. Oh, that's cool. You're from Argentina? Yeah. Oh, we have the lots of. We are following the football, so we have the lots of fans from the India Yeah. for the Argentina. Sure. Everyone knows that. Yeah. Yes, a good smell. Yes, guys. What's that? It will be some kind of stew. Oh, lovely. Soup, stew. Yeah, some soup. I don't know yet what it will be. I have one item. You using spices? So far, I only have ginger. No spice. Garlic. Spices like cardamom, cinnamon. So far, I haven't done anything inside. Yeah, when you started the couch surfing, You know, like I believe a bit in karma. So when I was traveling, a lot of people did a lot of good things to me, and I always trusted like that there will be someone. yeah, actually this is community, our helping community. We are helping each other. Exactly. So when we go in somewhere, of course we get the good reviews also. Yeah. We'll get the connections, network buildings and everything. But we also get the karma. Exactly, karma. Okay, the rest of you. ഇവിടെയായിരുന്നു ഞാൻ കിടന്നിരുന്നത്. Sister room. She's sleeping there. Hello. Hello, hello. So let's go for a hike. Yeah. Try. Now first I want to add the banana. Sure. പ്രാവശ്യം ഞാൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അവർക്ക് ഉപ്മാവാണ് പ്രാവശ്യം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. എങ്ങനെ റിവ്യൂ നോക്കാം. Cut it? Yes. Pardon? Morning will be heavy. What do you mean? Heavy. Why heavy? Breakfast.
Okay. It's different, but I like it because of the flavor of the leaf, you know. Yeah. That's a leaf. Yeah. I'm just adding only salt. ഇന്നൊരു ലോക്കൽ ഹൈക്കിങ് പ്ലാൻ ചെയ്തിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹൈക്കിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇവരുടെ കൂടെ ഇവരെ ആക്ച്വലി ഞാൻ ഇവിടുന്ന് കൗച്ച് സർഫിംഗ് ത്രൂ മീറ്റ് ചെയ്താണ് അവരൊക്കെ. That's the top one, yeah, Jungfrau. On the right side you have the Jungfrau, in the middle is the monk, and left is the Eiger. Ah. So And the good. Jungfrau Joch, the top of Europe, is in between where you see the clouds. You don't see it at the moment, but So weekly 2 days you will be there. yes. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഇവരുടെ ലോക്കൽസിന്റെ കൂടെ ആയതുകൊണ്ട് അവർക്കറിയുന്ന സീക്രട്ട് പ്ലേസുകൾക്ക് ഒന്നാണ് വാക്കിങ് ഹൈക്കിങ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ് ചുമ്മാ പോന്നാ. You can do a lot of hiking up here. ഇവിടുത്തെ ലൈക്സ് ഒക്കെ കണ്ടില്ലേ, ഗ്രീനിഷ് ആണ്. പക്ഷെ ഗ്ലേസിയർ വാട്ടർ ഫോം ചെയ്ത് സണ്ണ് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. Welcome to Egypt. വെൽക്കം ടു ഈജിപ്റ്റ്. We're going to down? Yes. Wow. There's the train to the മൗണ്ടൻസിൻ്റെ മേലേക്കുള്ള ട്രെയിനാണ് ഈ വരുന്നത്. ഞങ്ങൾ ആക്ച്വലി ബസ്സിൽ വന്നു ടോപ്പിലോട്ട്, ദെൻ താഴത്തോട്ട് നടന്നിറങ്ങാൻ പ്ലാൻ ചെയ്തു. You can also eat Löwenzahn. Yeah, this is really good for. Let's see what's happening. It tastes good, I think. Hello. Du bist in einem Gebäude. It's good. Da ist ganz viel Zimmer nebeneinander. Full of pollen, eh? I don't die. Only this violet You part. can eat everything. Without pollen, sir? So maybe don't have a reason. But now, yes. No flavor. Not too much, but you can then put it on your salad. It's good for the hormone regulation. So some people can feel intuition, and some people can see aura. Yeah, but you can sit there in the hut also. We done?